ചങ്ങായിമാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആൻഡമാനിലെ ഒരു പ്രീ സ്കൂളാണ്. 1 തൊട്ട് 5 വരെയാണ് ഉള്ളത്. അപ്പം നമ്മളിവിടെ കാണാൻ ഒരു ചങ്ങായി വന്നിട്ടുണ്ട്. നമുക്ക് അവനെ പരിചയപ്പെടാം. Hello, my name is Yasri Surya Kumar. സൂര്യ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ലോക്കലാണ്. പിന്നെ ചെറുതായിട്ട് മലയാളമൊക്കെ അറിയാം. ഒരുത്തനും കൊണ്ടിട്ട് അവൻ സൈക്കിൾ താഴെ സ്കൂളിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ പോയേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി ക്യാമറ പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ക്യാമറ കൊടുക്കാം. बस स्ट्रेट करके हाँ स्ट्रेट वो स्ट्रेट और ऐसा हाँ वो भी चलेगा हाँ यहाँ से സ്കൂൾ കബ് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെക്കൻ സൂര്യയാണ് ഇപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവന് ഇപ്പോൾ വെക്കേഷനാണ്. ഇപ്പം നമ്മൾ പോണ വഴി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ സൈഡിലുള്ള വഴിയാണ്. അതായത് നമ്മുടെ നാട്ടിൻപുറത്തെ വഴികൾ പോലെ ഒരു വഴികളിൽ ചെന്നിട്ട് സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഇതൊരു ഷോർട്ട് കട്ട് പോലെ നമ്മൾ ചാടി പോകാൻ വേണ്ടിയിട്ടാണ് ഈ വഴി എടുത്തേക്കുന്നത്. പക്ഷേ ഈ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് ഇതാണ് ഏറ്റവും കൂടുതൽ നീളമെന്ന്. അങ്ങനെ അവൻ ക്യാമറ പല ആംഗിളിൽ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ചെക്കൻ സമ്മതിക്കണം, ഫസ്റ്റ് ദിവസം തന്നെ അവൻ ക്യാമറ പിടിക്കാൻ പഠിച്ചു. എന്തായാലും ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള എല്ലാ വീടുകളുടെയും മേൽക്കൂര ഷീറ്റാണ്. 90% വീടുകൾ ഞാൻ കാണുന്നതെല്ലാം ഷീറ്റിൽ തന്നെയാണ് മേൽക്കൂര. ടൗണിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഇത്തിരി ടെറസുള്ള വീടുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വീഡിയോ പിടിക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുകയാണ്. മുമ്പിൽ നടന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ മുമ്പിലേക്ക് നടന്നു. ഇപ്പം ഞങ്ങൾ നടന്നു വരുമ്പോൾ ഞങ്ങൾ വലത്തെ സൈഡിൽ കാണുന്നില്ലേ, ഇതാണ് വിക്കിയുടെ. വിക്കിനെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. വിക്കി എന്തായാലും അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ നമ്മുടെ വിക്കിയുടെ വീടാണ്. വിക്കിയും ഈ സൂര്യയും പിന്നെ ആകർഷ്, അങ്ങനെ കുറച്ച് പിള്ളേരാണ് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നത് ലോക്കലായിട്ട്. അപ്പോൾ ഇവരൊക്കെ കൊണ്ട് നമുക്ക് നാട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഈ കാണുന്ന ഒരു ചാല് ഇവരുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി വരുന്നതാണ്. ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. പക്ഷേ ഈ വെള്ളം ഒരിക്കലും നല്ല വെള്ളമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവൻ എന്നോട് ഈ സൈഡിൽ കൂടെ വാ എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഈ ചെറിയ കനാലിൻ്റെ സൈഡിൽ കൂടെ പോവാണ്. വേറെ എന്തിനുമല്ല, ചെക്കൻ്റെ ചെറിയൊരു സന്തോഷം. ഞാനത് എന്തിനാണെന്ന് പിന്നെ മനസ്സിലാക്കിയത്. ഇപ്പോൾ എനിക്കൊരു വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. സ്മോൾ വാട്ടർഫോൾ. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കണ്ടിട്ട് മിസ് ചെയ്ത് വിടുന്നത്. അതൊക്കെ ആയിരിക്കും ചിലവരുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്. അവർക്ക് അതൊക്കെ കാണാനായിരിക്കും ഏറ്റവും ഇഷ്ടവും. നമ്മളപ്പോൾ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ ഏതൊക്കെയോ ഊടുവഴിയിലൊക്കെ ചാടി ഞങ്ങൾ ലാസ്റ്റ് സ്കൂളിലേക്ക് എത്തിയിട്ട്. ഗവൺമെൻറ് സ്കൂളാണിത്. നമ്മളിവിടെ കുറച്ച് പിള്ളേരുണ്ട്. സൂര്യയുണ്ട്, ആകർഷുണ്ട്, പിന്നെ അവൻ്റെ കസിനുണ്ട് റിയാസ് എന്ന് പേര് അല്ലേ, റിയാസ്. ഇവർക്കാർക്കും മലയാളം അറിയില്ല. ഈ ചക്കര മാത്രം ചെറുതായിട്ട് മലയാളം അറിയാം. ഒരാൾക്ക് ഞാൻ എന്ത് പറയണമെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്നേക്കുന്നതിൻ്റെ സൈഡിൽ ഈ കാണുന്നതാണ് ഇവരുടെ ക്യാൻറ്റീൻ. അതായത് നമ്മുടെ നാട്ടിൽ കഞ്ഞി കിട്ടില്ലേ, സ്കൂളിൽ കഞ്ഞി കിട്ടുന്ന സ്ഥലം, ആ വീടാണ് ഈ കാണുന്നത്. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഊഞ്ഞാലാടാനും പിന്നെ എന്താണ് ഇതിന് ഊഞ്ഞാൽ ഊരി വെച്ചേക്കാന്ന് പറഞ്ഞു. വേറെ ഒന്നുമില്ല, ഇവിടുത്തെ എന്തുണ്ടെങ്കിലും പിള്ളേർ വന്ന് നശിപ്പിക്കും. ഈ സ്കൂൾ തുടങ്ങിയേക്കുന്നത് 1998-ലാണ്. അതായത് ഞാൻ ജനിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ്. ഇതാണ് സ്കൂളിലെ ടോയ്ലറ്റ്. സ്റ്റാഫിനും സ്റ്റുഡൻസിനും വേറെ വേറെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. अच्छा, एक क्लास में? हाँ, अभी मैक्सिमम वन में 3 है टोटल. नंबर 4 3 क्लास. ओ ये टोटल है? हाँ. 3 4 7 10 13 14 15 15 21. ചെങ്ങായിമാരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ആകെ മൊത്തം ഈ സ്കൂളിൽ 21 പേരുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ സ്കൂളിൽ ആകെ 21 പേരെ പഠിക്കുന്നുള്ളൂ. ഇവിടെ ചെറിയൊരു കിടിക്കൂടുണ്ട്. ഓൺ റോളിൽ ടോട്ടൽ ഇത്ര പേരുള്ളൂ ആകെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സ്കൂളിൽ ഇത്ര ഉള്ളൂ, ഗവൺമെൻറ് സ്കൂളിൽ. പിന്നെ ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് പിള്ളേർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടുത്തെ നഴ്സറി എന്ന് പറയുന്നത്. ഇതാണ് നഴ്സറി ക്ലാസിൻ്റെ ഉൾഭാഗം. കാണാൻ പറ്റും. കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മിക്കത് ഹിന്ദിയാണ്, നമുക്കതൊന്നും മനസ്സിലാവില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൻ്റെ ഉള്ളിൽ കാണാം. ഈ ക്ലാസ്സിലേക്ക് സ്കൂളിന്റെ മുകളിലേക്ക് കയറി പോണ വാതിലാണിത്. അവിടെ പിള്ളേർക്ക് കുടിക്കാനായിട്ട് വെള്ളം ഫിൽറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒരുമിച്ചാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം എത്ര ബെറ്റർ ആണെന്ന്. 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരുമിച്ച് 3ാം ക്ലാസ്സിൽ പോയിക്കൂടെ അല്ലേ? കൊള്ളാം. അത്ര വലിയ ഇത് ഈ ഒരു ഇത്ര കാണുന്നില്ല. ഇതാണ് ആദ്യത്തെ ഫ്ലോറുള്ളൂ. ഇതേപോലെ തന്നെ മുകളിലേക്ക് ഒരു ഫ്ലോറും കൂടി ഉണ്ട്. ഈ കാണുന്നതാണ് ഇവരുടെ ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു വായനശാല കൂട്ടിയിട്ടില്ലേ അതുപോലെ ഉണ്ട്. 3-4 അലമാരിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളും. പിന്നെ ബാക്കി നമുക്ക് ഇതിന്റെ ബാക്കിൽ പോയി നോക്കാം. സ്കൂളിന്റെ സൈഡാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ പോണത് ഇതിന്റെ സ്കൂളിന്റെ സൈഡിൽ കൂടെ. അത് സ്കൂളിന്റെ സൈഡാണ്. ഇപ്പോൾ ഇവിടെ വെക്കേഷൻ ടൈമാണ്.
2 മാസമാണ് വെക്കേഷൻ. അപ്പൊ ഈ മൈന മേ കഥ हाँ ये लास्ट. മെയ് ജൂണാണ് അപ്പോൾ ഇവിടുത്തെ വെക്കേഷൻ ടൈം. ഇവിടുത്തെ ചില്ലെല്ലാ പിള്ളേരും അടിച്ചു പൊളിച്ച് വെച്ചേക്കാം. क्रिकेट खेलने का टाइम है यहाँ पे. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാവരും ക്രിക്കറ്റ് കളിച്ചിട്ട് ഈ ക്രിക്കറ്റ് പിച്ചാണ്. ഇവിടെ ക്രിക്കറ്റ് കളിച്ച് അടിച്ചടിച്ചാണ് ഈ ചില്ലുകളെല്ലാം പൊട്ടിച്ചേക്കണത്. അപ്പുറത്തെ സൈഡിൽ ചില്ല് പൊട്ടി നമ്മൾ ഉള്ളിൽ കാണാൻ പറ്റിയതും അതേപോലെ കളിച്ച് ചില്ല് പൊട്ടിയതിൻ്റെ. മുകളിലെ ഗ്ലാസ് ഒക്കെ ഉണ്ടോ, എല്ലാത്തിനും ചില്ലില്ല ഒന്നിനും. എൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് ചാണകമാണ്, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരുടെയും പശുവിനെ കൊണ്ട് കെട്ടി വെച്ചേക്കുക. അതാണ് സ്കൂളിൻ്റെ പുറകുവശം എന്ന് പറയണത്. ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടായി, ക്യാമറ വരെ പിള്ളേർ തല്ലി പൊളിച്ചേക്കാം. നല്ല പിള്ളേരാ. അതാണ് സ്കൂളിൻ്റെ റൗണ്ട്. ഇത്ര ഉള്ളൊരു സ്കൂള്, പ്രൈമറി സ്കൂൾ 1 തൊട്ട് 5 വരെ. 1 തൊട്ട് 5 വരെ എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു ക്ലാസ്സിൽ തന്നെ 2 പേരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒരുമിച്ച് ഇരുത്തിയിട്ട് പഠിപ്പിക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കും. ഓർഡറായിരുന്നു അതുവരെ തല്ലി പൊളിച്ചു. ഇവിടെ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിലാണ് നമുക്ക് കിളിക്കൂട് കാണാൻ പറ്റുന്നത്. ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിൽ ഒരു കിളിയുടെ ബോർഡിൻ്റെ സൈഡിൽ കിളി കാണുന്നു. കിളിക്കൂട് കൂട്ടിയേക്കാം. ऊपर से अगर वो वेंटिलेटर खोल देने से हेड मास्टर का रूम दिख जाएगा. ഇപ്പം പറഞ്ഞ വേറെ ഒന്നുമല്ല, അതാ മോളിത്തെ ചില്ല് നോക്കി കഴിഞ്ഞാൽ ഹെഡ് മാസ്റ്ററുടെ റൂമുകളിൽ പിടിക്കാന്ന് പറഞ്ഞു. ഇത്രയുള്ള വീഡിയോ നമ്മളിന്ന് കണ്ടതാണ്. ആൻഡമാനിലെ മസപ്പാട് എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് സ്കൂള്. ഇത് 1998 ആണ് സ്ഥാപിച്ചേക്കണേ. കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ഇവർ മെയിൻറ്റെയിൻ ചെയ്യണില്ല മര്യാദയ്ക്ക്. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ നല്ല ക്ലീൻ അല്ലേ, ഇവിടെ അങ്ങനെ മെയിൻ്റെനൻസ് ഒന്നുമില്ല. മൊത്തം പോപ്പുലേഷൻ തന്നെ 4 ലക്ഷം ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തോരം ഉണ്ടെന്ന്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ചാനൽ കണ്ടവർ ഇഷ്ടപ്പെട്ടവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.